Here is a video about cartoonist Shankar. Watch the video. അപ്പോൾ ഇനി കാർട്ടൂണിസ്റ്റ് ശങ്കരെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഒന്ന് കാണുക. Shankara Pillai, popularly known as cartoonist Shankar, was born on 31st July 1902. ശങ്കരപ്പിള്ള എന്ന അദ്ദേഹം കാർട്ടൂണിസ്റ്റ് ശങ്കർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 31 ജൂലൈയിൽ 1902 അദ്ദേഹത്തിൻ്റെ ജനനം. At Kayankulam, Kerala, he was a famous Indian cartoonist. കായംകുളത്താണ് ജന്മസ്ഥലം കേരളത്തിലെ. അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യയിൽ അറിയപ്പെട്ടിരുന്ന ഒരു കാർട്ടൂണിസ്റ്റ് ആയിരുന്നു. He is the father of political cartooning in India. ഇന്ത്യൻ രാഷ്ട്രീയ കാർട്ടൂണുകളുടെ പിതാവ് എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. He started Shankar's Weekly in 1948. 1948 അദ്ദേഹം ശങ്കേഴ്സ് വീക്ക്ലി എന്ന് പറഞ്ഞുള്ള തുടങ്ങി. Today, he is remembered mostly for setting up Children's Book Trust, the famous publishing house of children's books. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ നിർമ്മിക്കുന്ന പബ്ലിഷറായിട്ടാണ്. He started Shankar's International Dolls Museum in 1965. 1965 അദ്ദേഹം ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോളേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ തുടങ്ങി. Now there is a big library and reading room also. ഇന്ന് അവിടെ വലിയൊരു ലൈബ്രറിയും അതുപോലെ തന്നെ റീഡിംഗ് റൂമൊക്കെ ഉണ്ട്. After schooling at Mavelikara and Kayamkulam, he studied painting at Raja Ravivarma College of Fine Arts, Mavelikara. മാവേലിക്കരയിലും അതുപോലെ തന്നെ കായംകുളത്തെയും സ്കൂൾ പഠനത്തിന് ശേഷം അദ്ദേഹം പെയിൻറ്റിങ് പഠിക്കാനായിട്ട് ചേർന്നു. ഇവിടെ മാവേലിക്കരയിലുള്ള രാജാരവിവർമ്മ ഫൈൻ ആർട്സ് കോളേജിലാണ് അദ്ദേഹം ചേർന്നത്. He took his degree from University College, Thiruvananthapuram. തിരുവനന്തപുരം കോളേജിൽ നിന്നാണ് അദ്ദേഹം ഡിഗ്രി എടുത്തത്. Then he went to Mumbai for studying law. കൂടുതൽ പഠനത്തിനായി അദ്ദേഹം മുംബൈയിലേക്ക് പോയി. But he didn't complete his studies. He started working. In 1932, he joined as the staff cartoonist in the daily The Hindustan Times. പക്ഷേ അദ്ദേഹം പഠനമൊന്നും പൂർത്തിയാക്കിയില്ല. അദ്ദേഹം ജോലിയിൽ കയറി 1932 ഡെയിലി ദ ഹിന്ദുസ്ഥാൻ ടൈംസ് എന്ന് പറഞ്ഞ പത്രത്തിൽ അവിടെ സ്റ്റാഫ് കാർട്ടൂണിസ്റ്റായിട്ട് അവിടെ ജോലിയിൽ കയറി. He continued there till 1946. 1946 വരെ അദ്ദേഹം അവിടെ തുടർന്നു. Shankar liked children very much. He started Shankar's International Competition in 1949. അദ്ദേഹത്തിന് കുട്ടികളെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം 1949 ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞ ഇത് തുടങ്ങി. As a part of that, he started Shankar's on-the-spot painting competition for children in 1952. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 1952 ശങ്കേഴ്സ് ഓൺ ദ സ്പോട്ട് പെയിൻറ്റിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന തുടങ്ങി. He published an autobiographical book titled as My Life with Grandfather. മൈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥ അദ്ദേഹം പബ്ലിഷ് ചെയ്തു. Shankar had got several distinguished awards. He was awarded with Padma Shri in 1956. അദ്ദേഹം പല അവാർഡുകളും നേടി. അതുപോലെ തന്നെ 1956 അദ്ദേഹം പത്മശ്രീ അവാർഡ് നേടി. And Padma Bhushan in 1966. അതുപോലെ 1966 പത്മഭൂഷണും നേടി. Later, in 1976, Shankar was awarded with Padma Vibhushan. പിന്നീട് 1976 അദ്ദേഹത്തിന് പത്മവിഭൂഷണം ലഭിച്ചു. The second highest civilian honor given by the government of India. ഇന്ത്യൻ ഗവൺമെൻറ് നൽകിയ രണ്ടാമത്തെ ബഹുമതിയായിരുന്നു അത്. He passed away on 26 December 1989. ഡിസംബർ 26, 1989 അദ്ദേഹം മരണപ്പെട്ടു. As a tribute to him, the government of Kerala set up a first of its national cartoon museum and art gallery at his hometown Krishnapuram near Kayankulam, Kerala. കേരള ഗവൺമെൻറ് അദ്ദേഹത്തിനുള്ള ആദരമായിട്ട് അവിടെ ഒരു മ്യൂസിയം, നാഷണൽ മ്യൂസിയം ഓപ്പൺ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ കൃഷ്ണപുരത്ത് അത് സ്ഥിതി ചെയ്യുന്നത്
കായംകുളത്തിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് കൃഷ്ണപുരം. അപ്പോൾ അവിടെ അദ്ദേഹത്തോടുള്ള കടപ്പാട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലൊരു നാഷണൽ മ്യൂസിയം ആൻഡ് ആർട്ട് ഗാലറി ഓപ്പൺ ചെയ്തു. Did you watch the video? What all ideas have you got about Shankar? What is his real name? അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടില്ലേ? നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മനസ്സിലായില്ല അദ്ദേഹത്തെക്കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരെന്താണ്? Shankarapillai, right? Is he a Malayali? Correct, he is a Malayali. അദ്ദേഹം ഒരു മലയാളിയാണോ? അതെ, അദ്ദേഹം ഒരു മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ശങ്കരപ്പിള്ള എന്നാണ്. Where was he born? In Kayangulam. Kayangulam is in Alappuzha district. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? ബോൺ എന്ന് പറഞ്ഞാൽ ജനനം. അപ്പോൾ കായംകുളത്താണ് അദ്ദേഹം ജനിച്ചത്. Isn't it? Good. വേറൊരു പ്രധാന കാര്യവും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങൾ ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ലൈബ്രറിയിലുള്ള പല കഥാപുസ്തകങ്ങളും പ്രസിദ്ധീകരിച്ചത് ഈ പുസ്തക പ്രസിദ്ധീകരണശാലയാണ്. കുട്ടികൾക്ക് വേണ്ടി ഈ പുസ്തക പ്രസിദ്ധീകരണശാല സ്ഥാപിച്ചത് ശങ്കറാണ്. Yeah, he started Children's Book Trust. We get a lot of stories from Children's Book Trust. I told you he is more famous as a cartoonist. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു അദ്ദേഹം കാർട്ടൂണിസ്റ്റ് എന്നുള്ള നിലയിൽ വളരെയധികം പ്രസിദ്ധനാണ്. Have you seen his cartoons? Here are some of them. ഇനി നമുക്ക് അദ്ദേഹം വരച്ച ചില കാർട്ടൂണുകൾ കാണാം. Had drawn a number of cartoons in newspapers. ന്യൂസ് പേപ്പറിലൊക്കെ അദ്ദേഹം ഒരുപാട് കാർട്ടൂണുകൾ വരച്ചിട്ടുണ്ട്. Later he started a weekly, Shankar's Weekly. പിന്നീട് അദ്ദേഹം ശങ്കേഴ്സ് വീക്ക്ലി ആരംഭിച്ചു. Cartoons make fun of other people. They make us laugh. മറ്റുള്ളവർക്ക് ചിരിയായിട്ടുള്ള കാർട്ടൂണുകളായിരിക്കും. അപ്പോൾ ഈ കാർട്ടൂണൊക്കെ ഉണ്ടാക്കുന്നത് വളരെ തമാശ രൂപത്തിലും മറ്റുള്ളവർക്ക് ചിരിക്കാനുള്ള രീതിയിലുമായിരിക്കും. അതായത് ഉദ്ദേശിക്കുന്നത് പല കാര്യങ്ങളും ഇൻ്റർ മീനിങ് ആയിട്ടുണ്ടാവും. ഓരോന്നിനെയും എന്താ പറയുക, നിങ്ങൾക്ക് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ഓരോ കളിയാക്കിക്കൊണ്ടും കാര്യങ്ങൾ അതിലൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ കാർട്ടൂണുകൾ പേപ്പറിലൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ മാസികയിലൊക്കെ ഉണ്ടാകാറുണ്ട്. ഓരോ വിഷയത്തെക്കുറിച്ച് അതിനെ എതിർത്തും അതിനെ അനുകൂലിച്ചു കൊണ്ടൊക്കെയുള്ള കാർട്ടൂണുകൾ നമ്മൾ കാണാറുണ്ട്. We see several cartoons in newspaper nowadays. Don't you read them? There are cartoons in magazines also. All of us are interested in cartoons, aren't we? ശങ്കർ എഴുതിയ ഒരു പുസ്തകത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റെ പേരറിയാമോ? My Life with Grandfather. That is the title of the book. A part of this story is there in your class 6 textbook. അപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുള്ള ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്നുള്ള ആ ഒരു കഥയിൽ നിന്ന് കുറച്ച് ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. This picture is from that part. അപ്പോൾ ഈ ചിത്രം ആ കഥയിൽ നിന്നുള്ളതാണ്, ആ ഭാഗത്തു നിന്നുള്ളതാണ്. I asked you some questions about that picture. Do you remember them? അപ്പോൾ നിങ്ങളോട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾക്ക് ആ ചിത്രം ഓർമ്മയില്ലേ? This is the family photo of Raja. Who is Raja? Yes, that boy is Raja. ഇത് രാജയുടെ ഫാമിലി ഫോട്ടോ ആണ്. അപ്പോൾ ആരാണ് രാജ? അതെ, ആ ചെറിയ കുട്ടിയാണ് രാജ. Who are the other people? His grandparents are seen in the picture. മറ്റുള്ളവരൊക്കെ ആരാണ്? അവൻ്റെ ഗ്രാൻഡ് പാരൻസ് ആണ് ആ കാണുന്നത്. Where is his father and mother? Is the man his father? അവൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എവിടെ?
ആ പുറകിൽ കാണുന്ന ആ മനുഷ്യൻ അവൻ്റെ അച്ഛനാണോ? Then where can be his mother? Answers to all the questions are there in the story. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അമ്മ എവിടെ? അപ്പോൾ ഇതിനൊക്കെയുള്ള ഉത്തരം ഈ കഥയിലുണ്ട്. Listen to me carefully. Everybody call the boy Raja. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിക്കുക. എല്ലാവരും ആ കുട്ടിയെ വിളിക്കുന്നത് രാജ എന്നാണ്. It is not his real name, but the boy liked to be called Raja. അത് അവൻ്റെ യഥാർത്ഥ പേരൊന്നുമല്ല, പക്ഷെ നമുക്ക് അവനെ രാജ എന്ന് വിളിക്കാം. He lived with his grandfather and grandmother. അവൻ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് ജീവിക്കുന്നത്. They were his guardians. അപ്പോൾ അവരാണ് അവനെ നോക്കുന്നത്. അവൻ്റെ ഗാർഡിയൻസ് എന്നാൽ അവരെ സംരക്ഷിക്കുന്നത്. His mother died when he was young. അവൻ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട്. His father left him with his grandparents. അപ്പോൾ അച്ഛൻ അവനെ അവൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തേക്ക് വിട്ട്. They brought him up. Raja and his grandparents lived in a large house. അപ്പോൾ ഗ്രാൻഡ് പാരൻസ് അവനെ കൊണ്ടുപോകുന്നു. ബ്രോട്ടറിനെ കൊണ്ടുവരിക. അവർ താമസിക്കുന്ന വീട് വലിയൊരു വീടായിരുന്നു. But they were a small family. There were grandfather, grandmother, uncle and the boy. അപ്പോൾ വീട് വലുതാണെങ്കിലും അവിടെ താമസിക്കുന്നവർ കുറഞ്ഞ പേരുള്ളായിരുന്നു. അത് മുത്തശ്ശനും മുത്തശ്ശിയും അവൻ്റെ അങ്കിള്, അപ്പോൾ അമ്മയുടെ ആങ്ങളായിരിക്കും, പിന്നെ ഈ കുട്ടിയും. അത്ര ചെറിയ കുറഞ്ഞ ആളുകളേ ഉള്ളൂ, പക്ഷേ വീട് വലിയ വീടായിരുന്നു. They had relatives, but they lived in their own houses. അപ്പോൾ അവർക്ക് വേറെയും കുടുംബക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അവർ താമസിക്കുന്നത് അവരുടെ വീട്ടിലാണ്. Grandfather was a tall, strong man. മുത്തശ്ശൻ നല്ല ഉയരവും അതുപോലെ തന്നെ നല്ല ശക്തിയുള്ള ഒരാളായിരുന്നു. He always spoke in a loud voice. അദ്ദേഹം എപ്പോഴും നല്ല ഉച്ചത്തിലായിരുന്നു സംസാരിച്ചിരുന്നത്. He knew everyone in the village. People respected him. They came to him for advice and help. ആ ഗ്രാമത്തിലെ എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാമായിരുന്നു. വളരെ ബഹുമാനമായിരുന്നു അയാളുടെ എല്ലാവർക്കും. അതുപോലെ തന്നെ സഹായങ്ങളും അതുപോലെ തന്നെ ഉപദേശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ആളുകൾ അയാളെ സമീപിക്കാറുണ്ടായിരുന്നു. Grandmother was kind and gentle. She took good care of Raja. പക്ഷേ മുത്തശ്ശി ഒരു പാവമായിരുന്നു. രാജാവ് വലിയ ഇഷ്ടമായിരുന്നു. അവനെ നല്ല നിലയ്ക്ക് നോക്കിയിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. She would follow him like a shadow. മുത്തശ്ശി എപ്പോഴും ഒരു നിഴൽ പോലെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഷാഡോ എന്ന് പറഞ്ഞാൽ നിഴൽ. Saying, drink this milk, eat this food, have your bath, go to bed. അവനോടിങ്ങനെ പറയും, പാല് കുടിക്ക്, ഭക്ഷണം കഴിക്ക്, കുളിക്കാൻ പോയി കിടന്നുറങ്ങ് എന്നിങ്ങനെ അവനോട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് അവൻ്റെ കൂടെ എപ്പോഴും നിഴൽ പോലെ ഉണ്ട് എന്ന് പറയുന്നത്. Raja did not like this, but still he loved her very much. അപ്പോൾ രാജയ്ക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അങ്ങനെ കൂടെ ഓരോന്നോരോന്നും ഇങ്ങനെ പറയുന്നൊന്നും ഇഷ്ടമല്ല. പക്ഷെ എന്നാലും രാജയ്ക്ക് മുത്തശ്ശിയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. His uncle was young and very clever. അവൻ്റെ അമ്മാവൻ ഭയങ്കര ചെറുപ്പക്കാരനായിരുന്നു, യങ്ങായിരുന്നു. അതുപോലെ തന്നെ വെരി ക്ലവർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്, നല്ല ഐഡിയ ഉള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അത്തരത്തിലൊരാളായിരുന്നു അവൻ്റെ അങ്കിള്. He helped grandfather in looking after the fields and gardens. കൃഷിയിടത്തിലും അതുപോലെ തന്നെ തോട്ടത്തിലൊക്കെ ഗ്രാൻഡ് ഫാദറിനെ സഹായിക്കുമായിരുന്നു. അവൻ്റെ അമ്മാവന് വളരെയധികം ഹെൽപ്പ് ചെയ്യുമായിരുന്നു. People liked him very much. Whenever Raja was in trouble, uncle would come to his help. ആ നാട്ടിലെ ജനങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു അവൻ്റെ അമ്മാവന്. അതുപോലെ തന്നെ അവനെന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ അകപ്പെട്ടാൽ അങ്കിൾ വന്നിട്ടായിരുന്നു അവനെ സഹായിച്ചിരുന്നത് അല്ലെങ്കിൽ രക്ഷിച്ചിരുന്നത്. At home, Raja did not have any friends to play with. Grandfather did not like him going out to play with other children. രാജയ്ക്ക്
അവൻ്റെ വീട്ടിൽ അവൻ്റെ കൂടെ കളിക്കാനായിട്ട് ആരുമില്ലായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ ഗ്രാൻഡ് ഫാദർ അവനെ പുറത്തേക്ക് കളിക്കാനായിട്ട് വിടുകയില്ല. മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കാറുമില്ല. See friends, Raja is alone at home. He has nobody to play with. നോക്കൂ കൂട്ടുകാരെ, നമ്മുടെ രാജ അവൻ്റെ വീട്ടിൽ അവൻ ഒറ്റയ്ക്കാണ്. അവൻ്റെ കൂടെ കളിക്കാൻ അവന് ഫ്രണ്ട്സ് ആരുമില്ല. അവൻ കളിക്കാനായിട്ട് അവൻ്റെ കൂടെ ആരുമില്ല. Grandfather do not allow him to play with other children. Then how will Raja spend his free time? ഗ്രാൻഡ് ഫാദർ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടിയിട്ട് രാജയെ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ അവൻ്റെ ഫ്രീ ടൈമുകളൊക്കെ ചെലവഴിച്ചിരുന്നത്? What will he do during the free time? ഒഴിവ് സമയത്ത് അവൻ എന്തൊക്കെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? Can you say? You will get the answer from the textbook. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ക്യാൻ യു സേ? അപ്പോൾ അത് അറിയാനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് എന്നാണ് ടീച്ചർ പറയുന്നത്. Note down the sentences you do not understand. അപ്പോൾ നിങ്ങളത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കുക. Identify the hard words also. There is a അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ, ഹാർഡായിട്ടുള്ള വാക്കുകൾ, നിങ്ങൾക്ക് ഇതിലെ അർത്ഥം അറിയാത്ത വാക്കുകളുണ്ടെങ്കിൽ അതും മാർക്ക് ചെയ്ത് വെക്കുക. There is a glossary in page number 34. You will get the meaning of the words there. പേജ് നമ്പർ 34-ൽ ഡിക്ഷണറി ഉണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ മതി. Ask your doubts to your teacher, okay? Now, here is a simple activity for you. Write the major points of the story as a paragraph. അപ്പോൾ നിങ്ങൾക്കൊരു ആക്ടിവിറ്റിയാണ് ഇനിയുള്ളത്. അതെന്താ വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഇത്ര എടുത്തില്ല ആ ഭാഗത്ത് എന്തെങ്കിലും മേജറായിട്ടുള്ള പോയിന്റ് നോക്കിയിട്ട് അതിനെക്കുറിച്ചൊരു പാരഗ്രാഫ് ഏതാണ് പറയുന്നത്, അതായത് കഥയിലെ മെയിനായിട്ട് വരുന്ന ഭാഗങ്ങൾ നോക്കിയിട്ട് അതിനെക്കുറിച്ച് വിവരിച്ച് എഴുതാനാണ് പറയുന്നത്. ഇതുവരെ വായിച്ച ഭാഗത്തിലെ പ്രധാന സംഭവങ്ങളെല്ലാം ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ദാറ്റ് ഈസ് ദ ഇവൻറ്റ്സ് ഫ്രം പേജസ് 11 to 14. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റീഡ് ചെയ്യുക. 11 to 14 വരെയുള്ള പേജ് റീഡ് ചെയ്യുക. എന്നിട്ട് അതിൽ ഈ കഥയിലെ മെയിൻ സംഭവങ്ങളെക്കുറിച്ച് ഇട്ടാണ് സ്റ്റോറിയിലെ ഈ മെയിൻ സംഭവങ്ങളെ കുറിച്ചിട്ട് പാരഗ്രാഫിക്ക് എഴുതാനാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്യണം എല്ലാവരും. എന്ത് സംശയം ടീച്ചറോട് ചോദിക്കുക. ഇനി സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ ഞാനും പറഞ്ഞുതരാം. വാട്സപ്പ് നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ കുറിച്ച് മാത്രം സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം, പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യണം, ശ്രമം നടത്തണം, ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം, എഴുതുകയും വേണം. ഓക്കെ, We can read the rest of the story later, okay? അപ്പോൾ കഥയുടെ ബാക്കി ഭാഗം നമുക്കിനി പിന്നീട് വായിക്കാം. Okay? So, don't forget to write the summary of the story. That's all for today. Let's see you in the next English time. I shall come with more stories and songs, okay? Bye.